ഗുഡ് മോർണിംഗ് ഏട്ടത്തി. ഗുഡ് മോർണിംഗ്. അതെ, ഇവിടെ നിന്ന് കറങ്ങാതെ പോയി വല്ലതും കഴിക്കാൻ നോക്ക് പെണ്ണേ. നിനക്ക് ഇറങ്ങാൻ സമയമായില്ലേ? ഏയ് ഇല്ല ഏട്ടത്തി, എനിക്കിത്തിരി ലേറ്റായാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് സ്റ്റേഷൻ ഡ്യൂട്ടി ആവാൻ ചാൻസ് ഇല്ല. എന്നാലും സാരമില്ല, നീ ആ യൂണിഫോം അഴുക്കാക്കാതെ അവിടെ അങ്ങനെ പോയിരിക്കാൻ നോക്ക്. ഓ, ഈ ഏട്ടത്തിയെ കൊണ്ട്. അല്ല, അമ്മ എന്തേ ഏട്ടത്തി? ഞാൻ വരുമ്പോൾ ഹോളിലൊന്നും കണ്ടില്ലല്ലോ. ആ, അമ്മയോ? അമ്മയും അച്ഛനും രാവിലെ ക്ഷേത്രത്തിൽ പോയതാ. ഇപ്പം വരാറായി കാണും. ഓ, എടി, നിനക്കിന്ന് ലഞ്ചിൻ്റെ കൂടെ ഓംലെറ്റ് വേണോ? ഹാ, അതെന്ത് ചോദ്യം ഏട്ടത്തി, ഓംലെറ്റ് ഇല്ലാതെ എന്ത് ലഞ്ച്? ചെറിയമ്മേ, ആഹാ, ചെറിയമ്മയുടെ റിച്ചൂട്ടിന് ഇത് എവിടായിരുന്നു? അതോ ഞാനും പപ്പേ രാവിലെ ജോഗിങ്ങിന് പോയതാ. ചെറിയമ്മയ്ക്കൊരു കാര്യം അറിയോ? പപ്പേ എനിക്കിന്ന് ചായ വാങ്ങി തന്ന്. റിച്ചൂട്ടാ, ദേ ഏട്ടാ, നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാ കൊച്ചിനിങ്ങനെ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കരുതെന്ന്. നിങ്ങളോ ഒരു ചായ പ്രാന്തനാ, അതിൻ്റെ കൂടെ എൻ്റെ കൊച്ചിനെ കൂടി ചീത്തയാക്കരുത്. മമ്മി മമ്മി എന്തിനാ പപ്പ വഴക്ക് പറയുന്നത്? പപ്പ വാങ്ങിത്തന്ന ചായക്ക് നല്ല ടേസ്റ്റാ. ഓ നശിപ്പിച്ച്. അത് പിന്നെ എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഞാനെന്നാ വരട്ടെ. ഇനി നീ എന്ത് കാണാൻ നിൽക്കുവാടാ? നിനക്ക് സ്കൂളിലൊന്നും പോകണ്ടേ? പോയി കുളിക്കട ഇറക്കാം. മമ്മി, ഞാനിന്ന് പോകുന്നില്ല. റിച്ചൂട്ടനെ പനിയാ. ഓഹോ, എന്നാലേ അമ്മാതിരി പറ്റിക്കലൊക്കെ നിന്റെ പപ്പയുടെ അടുത്ത് മതി. എൻ്റെ അടുത്തത് ചിലവാകില്ല. മര്യാദയ്ക്ക് പോയി കുളിച്ചോ, ഇല്ലെങ്കിൽ ചട്ടും എടുത്ത് ഞാൻ ചന്തയിൽ വെക്കും. നീ പോകുന്നോ അതോ ഞാൻ ചട്ടുക എടുക്കണോ? ചെറിയമ്മേ. സോ സോറി റിച്ചൂട്ട, ഈ കാര്യത്തിൽ ചെറിയമ്മ മമ്മിയുടെ കൂടെ. പഠിക്കുന്ന കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് റിച്ചൂട്ടൻ നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോകാൻ നോക്ക്. ഈ വീട്ടിൽ ആർക്കും എന്നോടൊരു സ്നേഹമില്ല. ഞാൻ പോകുക. ആ, മോൾക്ക് ഇറങ്ങാൻ സമയമായോ? ഇറങ്ങാൻ പോവാച്ചാ. അല്ല, മോള് വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നു. അല്ല, എൻ്റെ ഇളയ സന്താനം എന്ന് വരുമെന്ന് വല്ലതും പറഞ്ഞോ? ഇന്ന് വരുമെന്നാ വിളിച്ചപ്പോൾ പറഞ്ഞത്. ആ, ഒരു തണ്ടി മടുത്ത് കാണും, അതാവും തിരിച്ചു വരുന്നത്. എന്താ കൃഷ്ണേട്ടാ ഇത്? രാവിലെ തന്നെ എൻ്റെ കുഞ്ഞിനെ കുറ്റം പറയാതെ. ഞാൻ പറയുന്നതാണോ കുഴപ്പം? അല്ല, അവൻ ചെയ്യുന്നൊന്നും നീ കാണുന്നില്ലേ? ആ, അല്ലെങ്കിലും അവനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ലല്ലോ. നീ ഇവിടുവല്ലേ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. അത് പിന്നെ അവൻ്റെ ആഗ്രഹമല്ലേ അച്ഛാ. അപ്പോൾ നമ്മൾ എതിര് നിൽക്കുന്നത് ശരിയല്ല. പിന്നെ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ, ഫൈസലും കൂടെ ഉണ്ടല്ലോ. ഇതാ ഞാൻ പറയുന്നത്, അവൻ്റെ വാശിക്കെല്ലാം കൂട്ടു നിൽക്കുന്നത് നീയാണെന്ന്. എൻ്റെ മോളെ, അവൻ യാത്ര ചെയ്യണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഈ ഒളിച്ചോട്ടം ഉണ്ടല്ലോ, അത് ശരിയല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവൻ്റെ ഈ പോക്ക് അതിങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എവിടെ ചെന്ന് നിൽക്കും? ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. മോളെന്തായാലും ജോലിക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ അത് വൈകണ്ട. ബാക്കി പറയാനുള്ളതൊക്കെ ഞാൻ ആ കുരുത്തം കെട്ടവനോട് പറഞ്ഞോളാം. ശരി അച്ഛാ, ഞാനെന്നാ ഇറങ്ങുക. അമ്മേ, പോയിട്ട് വരാം. ആദി. ആ, എന്താ അമ്മേ? ആരും ഇന്ന് വരുമെന്നാ ദക്ഷ പറഞ്ഞത്. നീ കുറച്ച് ചിക്കൻ എടുത്ത് വൃത്തിയാക്ക്, നമുക്കത് കറിയാക്കാം. ശരി അമ്മേ. ആ, വെച്ച് വിളമ്പി കൊടുക്ക് ഇഷ്ടമുള്ളതൊക്കെ. മോനെന്തോ വലിയ യുദ്ധം ചെയ്തിട്ട് വരുമല്ലേ? നിങ്ങൾക്ക് എന്താ മനുഷ്യ, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കേ. എടി, മോന് വെച്ച് വിളമ്പി കൊടുക്കുന്നതൊക്കെ നല്ലതാ. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് നല്ല കാര്യം കൂടി പറഞ്ഞു കൊടുക്കണം. അതങ്ങനെ അമ്മയും കൊള്ളാം, ഭാര്യയും കൊള്ളാം. ഏട്ടത്തി.
പോകല്ലേ പോകല്ലേ, ഞാനും വരുന്നു. നിന്റെ വണ്ടി എന്തേടി പെണ്ണേ? വണ്ടി അത് പിന്നെ വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിള്. ഓ, എന്നിട്ട് ഇന്നലെ വരെ അതിനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇന്ന് അവൻ വരാറായപ്പോൾ നിന്റെ വണ്ടിക്ക് പ്രശ്നമായോ? എൻ്റെ പൊന്നേട്ടത്തി, ചതിക്കല്ലേ. ഒരു വിധത്തിലാ ഞാൻ അച്ഛനെ പറഞ്ഞ് പറ്റിച്ചത്. ഇനി ഏട്ടത്തി കൂടി തുടങ്ങല്ലേ. എൻ്റെ കയ്യിൽ ഇനി നുണയൊന്നും സ്റ്റോക്കില്ല. അതിപ്പോൾ നീ നുണ പറഞ്ഞാലും എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. അതൊക്കെ ആ പാവ അച്ഛനോടും അമ്മയോടും മതി. ഓ, സമ്മതിച്ചേ, നിങ്ങൾ വലിയൊരു പോലീസുകാരി. എന്തായാലും എന്നെ ഇന്ന് കോളേജ് വിട്ടിട്ട് പോയാൽ മതി. ഈവനിങ്ങേ ഞാൻ അങ്ങേരുടെ കൂടെ വന്നോളാം. അതിന് പ്രത്യേകിച്ച് പറയണമെന്നില്ല. മോള് വന്ന് കയറാൻ നോക്ക്. I'm the bad guy. Duh. I'm the bad guy. So you're a tough guy, like you really rough guy. Just can't get enough guy, just always so tough guy. I'm that bad type, make your mama sad type, make your girlfriend mad type, might seduce your dad type. I'm the bad guy. എങ്ങോട്ടാടാ ഈ ചീറിപ്പാഞ്ഞ് പോകുന്നത്? ഈ റോഡ് നിന്റെ തന്തയുടെ വകയല്ല. അയ്യോ, അപ്പോൾ ഈ റോഡ് സാറിൻ്റെ തന്തയുടെ വകയായിരുന്നോ? ഞങ്ങൾ അറിഞ്ഞില്ല. ഡാ, ഹാ, ഒച്ച എടുക്കാതെ സാറേ. ഓവർ സ്പീഡിനെ പെറ്റി അടച്ചാൽ പോരെ. അതിന് സാറിങ്ങനെ ചിലയ്ക്കണമെന്നൊന്നുമില്ല. ഫൈൻ എത്രയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളതങ്ങ് അടച്ചോളാം. ഹാ, പറഞ്ഞത് കേട്ടല്ലോ. അതുകൊണ്ട് കൂടുതൽ ചിലയ്ക്കാതെ പെറ്റി അടിച്ച് തരാൻ നോക്ക്. സാറേ, നിപ്പ് കണ്ടിട്ടേ രണ്ടും വെള്ളമാണെന്ന് തോന്നുന്നു. തോന്നുന്നതല്ല സാറേ, ഞങ്ങൾ 2 എണ്ണം അടിച്ചിട്ടുണ്ട്. ഓ, ഈ ചെറ്റ പണി വാങ്ങിച്ച് തരും. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കുറ്റകരമാണെന്ന് മക്കൾക്ക് അറിയില്ലെന്നുണ്ടോ? ഇതങ്ങനെ ഫൈനടച്ച് തലയൂരാൻ പറ്റില്ലെന്ന് അറിയില്ലേ? നിന്റെയൊക്കെ ലൈസൻസ് കട്ട് ചെയ്യാനേ ഈ ഒരൊറ്റ കേസ് തന്നെ ധാരാളം. എടാളിയ, പണിയായോ? സമാധാനമായല്ലോ. മനുഷ്യൻ 2 പഞ്ച് ഡയലോഗ് അടിച്ച് രക്ഷപ്പെടാൻ നോക്കിയപ്പം അവൻ്റെ കോപ്പിലൊരു ഹീറോയിസം. എന്താടാ, രണ്ടിനെ നാക്കിറങ്ങിപ്പോയോ? എന്തായാലും മക്കൾ ഇനി സ്റ്റേഷനിൽ വന്ന് ഫൈൻ അടച്ച് വണ്ടി എടുത്താൽ മതി. ഫൈൻ അടയ്ക്കണമെങ്കിൽ ഞങ്ങളത് അടച്ചോളാം. പിന്നെ വണ്ടി തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ആഹാ, അത് നീയാണോ തീരുമാനിക്കുന്നത്? ആ, തൽക്കാലം ഞാൻ തീരുമാനിച്ചാൽ മതി. ജോസഫേ, പിള്ളേർക്ക് വണ്ടി തരാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഇനി എന്താ ചെയ്യുക? നോക്കി നിൽക്കാതെ രണ്ടിനും വണ്ടി പിടിച്ച് കയറ്റടോ. ഇവനൊക്കെ പണത്തിൻ്റെ കൊഴുപ്പാ. അതെങ്ങനാ? ഇതുപോലുള്ള ഓരോന്നിനെ പടച്ചു വിടുന്ന തന്തയും തള്ളയും പറഞ്ഞാൽ മതിയല്ലോ. ദോ, അളിയ, എന്തെങ്കിലും പറ്റിയോടാ? എനിക്കോ? എനിക്കൊന്നും പറ്റിയില്ലടാ. ഉവ്വ, അത് മോന്ത കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്താടോ ഇവിടെ? എന്താ പ്രശ്നം? അത് മാം, ഓവർ സ്പീഡിന് പൊക്കിയതാ. പോരാത്തതിന് 2 നല്ല വെള്ളവാ. സ്റ്റേഷനിൽ വന്ന് ഫൈൻ അടച്ച് വണ്ടി എടുത്താൽ മതിയെന്ന് പറഞ്ഞതിനാ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. രണ്ടിന്റെ ചാവി എടുക്ക്. ചാവിയല്ലേ? ദാ മാം, വെച്ചോ. രണ്ടും പോയി ജീപ്പിൽ കയറാൻ നോക്ക്. അത് പിന്നെ മാം, പോയി കയറാനാ രണ്ടിനോടും പറഞ്ഞത്. അച്ഛൻ്റെ മോനെന്താ ചെയ്തതെന്ന് അറിഞ്ഞു കാണുമല്ലോ. പിന്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വരെ വരുത്തിച്ചത്. ഈ അവസ്ഥയിൽ രണ്ടിനും തനിച്ച് വിടുന്നത് ശരിയല്ലെന്ന് തോന്നി.
മനസ്സിലായി മോളെ. ആ, അല്ല, ഇവരുടെ ഫൈൻ? ആ, അതൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട്. അച്ഛൻ ഇവരെയും കൊണ്ട് പോകാൻ നോക്ക്. സർക്കാരിൻ്റെ കാശ് കൊണ്ട് സർക്കാരിന് തന്നെ ഫൈൻ അടപ്പിച്ചു. അളിയ, നീ മാസാടാ. ഇനി എന്ത് കാണാൻ നിൽക്കുക? രണ്ടും വരാൻ നോക്ക്. ഹലോ മാഡം. പിന്നെ ആ അടി എനിക്ക് വല്ലാതെ ബോധിച്ചു കേട്ടോ. ഡാടാ, ഇങ്ങോട്ട് വരാൻ നോക്കടാ. നിനക്ക് കിട്ടിയതൊന്നും പോരെ? പോരല്ലോ. ആ, എന്നാലേ ബാക്കി ഇനി വീട്ടിൽ പോയിട്ട് വാങ്ങാം. ഇങ്ങോട്ട് വാടാ പുല്ലേ. എന്താ നിന്റെ തീരുമാനം? ആ, എന്ത് തീരുമാനം? ഞാൻ നിന്റെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചാണ് ചോദിച്ചത്. ഇങ്ങനെ കള്ളും കുടിച്ച് കറങ്ങി നടന്നാ അത് ജീവിതമാകില്ലല്ലോ. എനിക്കങ്ങനെ വലിയ പ്ലാനിങ്സ് ഒന്നുമില്ല. ഇങ്ങനൊക്കെ അങ്ങ് ജീവിക്കണം, അത്രേ ഉള്ളൂ. അതിന് ഇവിടെ നടക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഇനിയും നിന്റെ ഇഷ്ടത്തിന് നിന്നെ കയറൂരി വിടാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ പൊന്നുമോനൊരു തീരുമാനം എടുത്തിരിക്കണം. ഹായ് ചെറിയച്ഛൻ. ആഹാ, ചെറിയച്ഛൻ്റെ റിച്ചൂട്ടൻ സ്കൂളിൽ പോയിട്ട് വന്നതാണോ? റിച്ചൂട്ടൻ ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞതാ. പക്ഷേ മമ്മി സമ്മതിച്ചില്ല. മമ്മി ചീത്തയാ. സാരയില്ല, മമ്മിക്ക് നമുക്ക് നല്ല ഉഗ്രം പണി കൊടുക്കാട്ടോ. ഓക്കേ. നീയോ തല തെറിച്ചു പോയി. ഇനി ആ കുഞ്ഞിനെ കൂടി ചീത്തയാക്ക്. ദേ നോക്കാരു, ഒന്നുകിൽ നീ നിന്റെ ഏട്ടൻ്റെ കൂടെ ഓഫീസിൽ പോയി വർക്ക് ചെയ്യണം. ഇനി അത് നിനക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ നീ ആയിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. പിന്നെ നിനക്ക് ചെലവിന് തരാനല്ല ആ കൊച്ചു കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങിയത്. നല്ലതുപോലെ കിട്ടിയെന്ന് തോന്നല്ലോ. അല്ല, നീ എപ്പോഴാ ലാൻഡ് ചെയ്തത്? ആദ്യം വിളിച്ചു പറഞ്ഞല്ലോ നീ സ്റ്റേഷനിലാണെന്ന്. ഹോ, അതൊക്കെ വലിയ കഥയാ ബ്രോ. എന്തായാലും ഞാൻ ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇങ്ങനൊരു ചെറുക്കൻ. എടാ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഏത് സമയം ഇങ്ങനെ പപ്പയുടെ വാലായിട്ട് നടക്കാതെ പോയി വല്ലതും എടുത്ത് വെച്ച് പഠിക്കാൻ നോക്കടാ ഇറക്കാ. ഹോ, ഈ മമ്മിയെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. നിങ്ങളെന്തിനാ മനുഷ്യ കിണിക്കുന്നത്? അത് പിന്നെ ഞാനേ ഫ്രഷ് ആയിട്ട് വരാം. ഹലോ. ഓ, ഊരുതണ്ടി എത്തിയോ? അറിഞ്ഞല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അത് പിന്നെ വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് 2 ലാർജ് അടിച്ചുള്ളൂ. വഴിയിൽ ചെക്കിംഗ് ഉള്ള കാര്യം ഓർത്തില്ല. ദേയിക്ക, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാനാ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എന്നെ അങ്ങ് മറന്നേക്കാൻ. അതൂ? ഒരതും ഇല്ല. നിങ്ങളെ ഇന്ന് ജാമ്യത്തിലിറക്കാൻ ആരാ മനുഷ്യ വന്നത്? അത് പിന്നെ എൻ്റെ ഫാദറിൻലോ. ഉവ്, അങ്ങോട്ട് ചെന്ന് പറ നിങ്ങളുടെ മോളെ എനിക്ക് ഇഷ്ടമാണെന്ന്. മോൻ്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യമേ എൻ്റെ അച്ഛനങ്ങ് മറക്കും. ഏയ്, എൻ്റെ അമ്മായിയപ്പൻ അത്ര ദുഷ്ടനൊന്നും അല്ല. അതെ, കൂട്ടുകാരനെ വിളിച്ചിട്ടേ ഒന്ന് ചോദിക്ക് വീട്ടിലെ അവസ്ഥ എന്താണെന്ന്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കാര്യം അച്ഛൻ സമ്മതിക്കുമെന്ന്. അതൊക്കെ എൻ്റെ ആരും സെറ്റാക്കിക്കോളും. ഉവ്, ഇപ്പം ഏട്ടൻ്റെ അവസ്ഥ എന്താണെന്നേ ദൈവത്തിന് മാത്രമേ അറിയൂ. ഓ, അവൻ്റെ കാര്യമല്ലേ, അത് അവൻ്റെ പെണ്ണ് നോക്കിക്കോളും. നീ ഇങ്ങോട്ട് വന്ന് കയറ് പെണ്ണേ, നമുക്കേ ഒന്ന് കറങ്ങിയിട്ട് വരാം. മനസ്സലാ മഴയേ നനകിരേ. നെഞ്ചിൽ വന്ന് കണ്ണീർ സാരൽ അടിത്താൽ എന്നാകുമോ?
ഓയ് ബേബി. ബേബി നിന്റെ ദേ പോലീസിന്റെ ഭാഷയിൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഉഫ്, കലപ്പിലാണല്ലോ മാഡം. പക്ഷേ ആ അടി എനിക്ക് വേദനിച്ചു കേട്ടോ. അതിനു വേണ്ടി തന്നെ അടിച്ചത്. ദേ ആരു, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ ഇമാതിരി പണി ഇനി ഒപ്പിക്കരുതെന്ന്. അതിന് ഞങ്ങൾ മാത്രമല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്. അയാൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ. അതൊക്കെ കേട്ടിട്ട് ഞാൻ പിന്നെ മിണ്ടാതിരിക്കണോ? ഇതൊക്കെ ആര് വരുത്തി വെച്ചതാ? ഇതിനൊക്കെ വഴി വെച്ചു കൊടുത്തത് നീ തന്നല്ലേ. അതിന്റെ കൂടെ ഡ്യൂട്ടിയിലിരുന്ന പോലീസുകാരനെ കൈവെക്കാൻ നോക്കിയേക്കുന്നു. അല്ല, നിനക്കൊരു ബോധമില്ല ആരു? നീ പ്രശ്നങ്ങളുടെ മേലിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുവാണോ? ഞാനിന്ന് കേറി വന്നില്ലെങ്കിൽ കാണായിരുന്നു രണ്ടിനെയും കൂടിയേ പോലീസ് ചുരുട്ടി മടക്കിയേനെ. പിന്നെ അയാൾക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ റിവെഞ്ച് മണ്ണാങ്കട്ടെ എന്നും പറഞ്ഞ് എന്തെങ്കിലും പുതിയ പ്രശ്നം നീ ഉണ്ടാക്കിയ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോടാ നിനക്ക്? മനസ്സിലായി. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വേദനിച്ചോ? ഇല്ല. ഇതേ നീ ചോദിച്ച് വാങ്ങിയതാ. നിന്നോട് ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുള്ളതാ വെള്ളമടിച്ച് വണ്ടി ഓടിക്കരുതെന്ന്. പിന്നെ നിന്റെ എല്ലാ തല്ലുകൊളുത്തരത്തിനും ഞാൻ കൂട്ടു നിൽക്കുന്നതെന്ന് കരുതി ഇത് ഞാൻ അനുവദിച്ചു തരുമെന്ന് മോൻ വിചാരിക്കണ്ട. നോക്കണ്ട, ഇനി ഒരിക്കൽ കൂടി നീ ഇത് ആവർത്തിച്ച പിന്നെ പൊന്നുമം വണ്ടി കൈകൊണ്ട് തൊടില്ല. ഇത് പറയുന്നതേ ഈ ദക്ഷയാ. ഏയ്, അങ്ങനെ പറയാൻ പാടില്ല. നിനക്കറിയാലോ വണ്ടിയില്ലാതെ എനിക്ക് പറ്റില്ലെന്ന്. നോക്കാരു, നിന്നോട് കുടിക്കരുതെന്നോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കരുതെന്നോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാമെന്ന് പൊന്നുമോൻ വിചാരിക്കണ്ട. അത് മാത്രം നടക്കില്ല. ഓ ഓക്കെ മാഡം, ഇനി ആവർത്തിക്കില്ല പോരെ? ആവർത്തിക്കാതിരുന്നാലേ നിനക്ക് കൊള്ളാം. അതെ. എന്താ? അത് പിന്നെ എനിക്ക് വേദനിക്കുന്നു. അതിനൊന്നുമില്ല. എനിക്ക് മെഡിസിൻ വേണം. സോറി, സ്റ്റോക്കില്ല. സ്റ്റോക്ക് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? അയ്യോ സാർ അത്രയ്ക്ക് ബുദ്ധിമുട്ടണ്ട. ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? എന്നാലേ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ട് മാറിക്കേ, എനിക്ക് കുളിക്കണം. എനി ഹെൽപ്പ്? എന്തിന്? അല്ല, കുളിക്കാൻ. ഓഹോ, എന്നാലേ എൻ്റെ പൊന്നുമോൻ അത്ര ബുദ്ധിമുട്ടണ്ട. എന്നാ പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ ബാക്കി കാര്യം. വേണ്ടാരു, നീ കുളിച്ചതല്ലേ? കുളിച്ചതാണ്. പക്ഷേ എന്താന്നറിയില്ല, എനിക്ക് ഒന്നുകൂടെ കുളിക്കാൻ തോന്നുന്നു. വേണ്ടേ, കളിക്കാതെ മാറി നിക്കടാ. നോവേ, എനിക്കിപ്പോ കുളിച്ചേ പറ്റൂ. വിടടാ തെണ്ടി. തെണ്ടി നിന്റെ തന്ത ചങ്കരനാടി. എന്റെ അപ്പനെ വിളിച്ചാലുണ്ടല്ലോ. വിളിച്ച നീ എന്ത് ചെയ്യൂടി? ഓ വിടടാ പട്ടി. ഓയ് ബ്രോ, എങ്ങനുണ്ടായിരുന്നു മണാലി ട്രിപ്പൊക്കെ? അല്ല, ലാസ്റ്റ് അച്ഛൻ വന്ന് ജാമ്യത്തിലെടുത്തെന്നാണല്ലോ ഞാൻ കേട്ടത്. എന്നാലേ എന്നെ മാത്രമല്ല, നിന്റെ കാമുകനെ അച്ഛൻ തന്നെ ജാമ്യത്തിലെടുത്തത്. അത് മോളറിഞ്ഞില്ലേ? എടാ കാലമാടാ, ഒന്ന് പയ്യെ പറ. അച്ഛൻ കേട്ടാ മതി, പിന്നെ ഞാൻ കെട്ടി തൂങ്ങി ചാവുന്നതാണ് നല്ലത്. അറിയാലോ, അപ്പോൾ പിന്നെ കുറച്ചൊക്കെ റെസ്പെക്റ്റ് ആവാം. റെസ്പെക്റ്റോ? അത് നിനക്ക്? ഓ, എന്താടി നിനക്കൊരു പുച്ഛം? പുച്ഛമേ ഉള്ളൂ. എൻ്റെ അടുത്ത് കൂടുതൽ കളിച്ചാലുണ്ടല്ലോ, രണ്ടിനെ ഞാൻ അച്ഛന് പിടിച്ചു കൊടുക്കും. എന്നാ പിന്നെ ഞാൻ നിനക്കും പണി വാങ്ങിച്ചു തരും. എനിക്കോ? അതിന് ഞാൻ എന്ത് ചെയ്ത്? അതറിയത്തില്ലേ? ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രായപൂർത്തിയായ അനിയത്തിയുള്ള വീട്ടിലെ കൂട്ടുകാരനെ വിളിച്ച് കയറ്റിയതും പോരാ, കൂട്ടുകാരൻ അനിയത്തിയെ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത ഏട്ടനെ അച്ഛൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനോ?
ഞാൻ എപ്പോഴാടി നിങ്ങളെ സെറ്റാക്കിയത്? കൂൾ ബ്രോ, താങ്കളെ സെറ്റാക്കിയെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഞാൻ വരുത്തി തീർക്കുമെന്നാ പറഞ്ഞത്. തന്തയുടെ മോള് തന്നെ പന്ന. ഓ, രണ്ടിനെ തല്ല് കഴിഞ്ഞെങ്കിലേ ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വെറുതെ ബഹളം വെച്ച് അച്ഛനെ ഉണർത്താൻ നിൽക്കാതെ. സംതിങ് ഫിഷി. ആ, ആ, എനിക്ക് ഉറക്കം വരുന്നു. അപ്പോൾ ബ്രോസ്, ഗുഡ് നൈറ്റ്. ഇതാ തെണ്ടി തന്നെ ആവും. എന്തുവാടാ? ആ ആ, ഒന്നുമില്ല ഏട്ടാ, ഉറക്കം വരുന്നെന്ന് പറഞ്ഞതാ. ഹലോ. ഹോ, നിങ്ങൾക്ക് ഈ മതിലുചാട്ടം നിർത്താറായില്ലേക്കാ? നിന്നെ എനിക്ക് കെട്ടിച്ചു തരാനേ നിന്റെ തന്തയോട് പോയി പറ. അപ്പം പിന്നെ ഞാൻ ഈ മതിലുചാട്ടം നിർത്തിയിട്ടേ ഫ്രണ്ട് ഡോർ വഴി ഡയറക്റ്റായിട്ട് വന്നോളാം. ഹാ, അങ്ങോട്ട് ചെന്ന് ചോദിച്ചാലും മതി, ഇപ്പം തന്നെ കെട്ടിച്ചു തരൂ. ആ, അല്ല, നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഈവനിങ് നമ്മൾ കണ്ടതല്ലേ? എന്ന് വെച്ച് പിന്നെ കാണാൻ പാടില്ലെന്നുണ്ടോ? എനിക്ക് കാണാൻ തോന്നി, ഞാൻ വന്നു. ഹോ, എന്നാലും എന്ത് പണ്ടാരം പിടിച്ച മതിലാടി ഇത്. ചാടി ചാടി മനുഷ്യൻ്റെ നടു ഒടിഞ്ഞ്. അതിന് നിങ്ങളോട് മതിൽ ചാടാൻ ഞാൻ പറഞ്ഞോ? മതിൽ ചാടി വന്നാൻ പോരാ എന്നിട്ട് ഡയലോഗ് അടിക്കുന്നു. പിന്നെ വെളച്ചിലെടുക്കാതെ മര്യാദയ്ക്ക് തിരിച്ചു പൊക്കോണം. നിങ്ങളുടെ ഒരു ഉദ്ദേശവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഉദ്ദേശോ? എന്തുദ്ദേശം? അയ്യോ, അങ്ങ് നല്ല പിള്ള സമയല്ലേ? വൈകിട്ട് നിങ്ങൾ ചോദിച്ച സാധനം ഞാൻ തരാത്തത് കൊണ്ടല്ലേ ഇപ്പം നിങ്ങളിങ്ങോട്ട് കെട്ടിയെടുത്തത്. ഓ, അപ്പോൾ കാര്യം നിനക്ക് ഓർമ്മയുള്ള സ്ഥിതിക്ക് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ദേ, ഇപ്പം ഇറങ്ങിക്കോണം എൻ്റെ വീട്ടിൽ നിന്ന്. വെളച്ചിലെടുക്കാനാ മോൻ്റെ ഉദ്ദേശമെങ്കിലേ എനിക്ക് 2 ചേട്ടന്മാരുള്ള കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. വെറുതെ ഈ ബോഡി പഞ്ചറാക്കാൻ നിൽക്കരുത്. ഓ, അളിയന്മാരുടെ കാര്യം പറഞ്ഞ് നീ എന്നെ വരട്ടൊന്നും വേണ്ട. ഈ പാതിരാത്രിയിലെ ആ വന്മതിൽ ചാടി ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടേ ഞാനിവിടുന്ന് പോകൂ. ഓ, ഇത് വലിയ കുരിശായല്ലോ. സമയം കളയാതെ തരാൻ നോക്ക് പെണ്ണേ, ഇല്ലെങ്കിൽ പിന്നെ ഉറക്കം കൂടിയേ ഞാൻ ഇവിടെ ആക്കും. അപ്പോൾ എങ്ങനാ, തരുമല്ലേ? താൻ പോടോ. ഇങ്ങനെ നാണിക്കാനും മാത്രം ഇത് നമ്മുടെ ഫസ്റ്റ് കിസ് ഒന്നും അല്ലല്ലോ. ഓ, എൻ്റെ പൊന്നിക്ക, ആ വാവ് നടച്ചു വെക്ക്.
മിസ് യു സോ മച്ച്. മോളെ, എന്താ ഏട്ടാ? അല്ല, നിനക്കെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അത് പിന്നെ ഏട്ടാ, എന്താടാ കാര്യം പറ. അത് അച്ഛൻ വിളിച്ചിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് വിളിച്ചതാവും അല്ലേ? ആരോ പറഞ്ഞെല്ലാം അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അങ്കിൾ എന്താ പറഞ്ഞേ? എല്ലാം സ്ഥിരം പറയാറുള്ളത് തന്നെ. ബട്ട് ഇത്തവണ അച്ഛൻ കുറച്ച് സീരിയസാ. എന്നാലും അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ അതാലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, കഴിഞ്ഞത് കഴിഞ്ഞു. അങ്കിളെ വിളിച്ച കാര്യം നീ അവനോട് പറഞ്ഞോ? ഏയ് ഇല്ല ഏട്ടാ, പറയണം. എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്കാകെ വട്ടുപിടിക്കുന്നു. നീ ഇപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ആദ്യം അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? ആ വന്നോ? എന്നാലേ മോനൊന്ന് പോയി റെഡി ആയിട്ടിരുന്നു. നിനക്കുള്ള പണി ഓൺ ദ വേയാ. ഓ, അല്ല, ഇതൊരു മുന്നറിയിപ്പാണോ അതോ ഭീഷണിയാണോ? എങ്ങനെ വേണമെങ്കിലും നിനക്കെടുക്കാം. പിന്നെ ഏട്ടൻ ഒരു കാര്യമേ നിന്നോട് പറയാനുള്ളൂ. ഇനിയെങ്കിലും നിന്റെ ലൈഫിനെ പറ്റി സീരിയസ് ആയിട്ടൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ അവസാനം ചിലപ്പോൾ നിനക്ക് ദുഃഖിക്കേണ്ടി വരും. പറഞ്ഞേക്കാം. ഹാ, ഈ ഏട്ടന് എന്തു പറ്റി? അച്ഛൻ വരുന്നുണ്ടാരോ? ഓ, അപ്പം അതാണ് കാര്യം. അല്ല, എന്താണാവോ നിന്റെ അച്ഛൻ്റെ പുതിയ പ്രശ്നം? നിനക്കൊന്നും അറിയില്ല അല്ലേ? ഷേ, മരുമോ സ്റ്റേഷനിൽ കയറിയത് എത്ര പെട്ടെന്ന് അമ്മായി അച്ഛൻ അറിഞ്ഞോ? ആരു, ബി സീരിയസ്. എപ്പോഴത്തേം പോലെ അല്ല, അച്ഛൻ നല്ല ദേഷ്യത്തിലാ. ഓ, അത് പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛൻ എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത്? അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അത് നിനക്കറിയാത്തതും അല്ലല്ലോ. ആ, ആയിക്കോട്ടെ. നിന്റെ അച്ഛൻ പറയുന്നത് പോലെ ഞാൻ വീടിനും നാടിനും ഒന്നും കൊള്ളാത്തവൻ തന്നെ പോരെ? നീ എന്തിനാ ആരു ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യത്തെപ്പറ്റി സംസാരിച്ചു കൂട്ടുന്നത്? ഓക്കെ ഫൈൻ. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറ. അച്ഛൻ വരുമ്പോ നീ ഇവിടെ കാണണം. പറ്റില്ല. ആരു പ്ലീസ്. ദക്ഷ, ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട. അങ്ങനെ നിന്റെ അച്ഛൻ്റെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കാൻ എനിക്കിപ്പം മനസ്സില്ല. അപ്പൊ എന്റെ അവസ്ഥ എന്താ നീ മനസ്സിലാക്കാത്തത്? ഈ പ്രഷറൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്. നിന്റെ അച്ഛൻ പറയുന്നത് പോലെ എന്നെ ഡിവോഴ്സ് ചെയ്തിട്ടേ വേറെ നല്ലൊരുത്തനെ നോക്കി കെട്ടാൻ നോക്ക്. ഒന്ന് നിർത്തുന്നുണ്ടോ ആരു? ദക്ഷ, നിന്റെ അച്ഛനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. ആരു, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിന്നെ ഞാൻ ഇതുപോലെ നിർബന്ധിച്ചിട്ടുണ്ടോ? ഇതെനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലടാ. അതുകൊണ്ടാ. പ്ലീസ്, ഈ ഒരൊറ്റ തവണത്തേക്ക് എന്റെ കൂടെ ഒന്ന് നിക്കടാ. ഹലോ. ആ, ദാ ഞാൻ വരുന്നുണ്ട്. നീ അവിടെ തന്നെ നിന്നാ മതി. ആരു, അവിടെ നിക്കാൻ. മോളെ, ഞാൻ എന്താ ഏട്ടത്തി ഇനി ചെയ്യേണ്ടത്? ആർക്കും എന്റെ അവസ്ഥ പറഞ്ഞാൽ എന്താ മനസ്സിലാവാത്തത്? നീ ഒന്ന് സമാധാനിക്ക്. ഞാൻ അവനെ വിളിക്കാം. വേണ്ട ഏട്ടത്തി, അവൻ വരില്ല. വെറുതെ ഏട്ടത്തി നാണം കെടാൻ നിൽക്കണ്ട. അല്ലെങ്കിലും ഇതൊക്കെ എൻ്റെ വിധിയാ. ഈ വിധി നീ സ്വയം തിരഞ്ഞെടുത്തതല്ലേ, അതുകൊണ്ട് അത് നീ ഫേസ് ചെയ്തേ പറ്റൂ. നോക്കു മോളെ, നിന്റെ അച്ഛൻ പറയുന്ന നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം മകള് ഇങ്ങനൊക്കെ ജീവിക്കുന്നത് ഏതച്ഛനാ സഹിക്കാൻ പറ്റുന്നത്? നിന്റെ ഒരാളുടെ വാശിപ്പുറത്ത് അവരെ സമ്മതിച്ചു തന്നതല്ലേ ഈ ബന്ധം. അവരുടെ കണ്ണില് ഇത് നിനക്ക് ചേരുന്ന ബന്ധമല്ല കുട്ടി. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഏട്ടാ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്താ ഞാൻ പറയുന്നത് സത്യമല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിനക്ക് നിന്റെ മോനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹമാ. ഈ കുട്ടിക്ക് പറ്റിയ അബദ്ധവും അത് തന്നെ. മോള് കരയാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ സത്യം അതാണ്. എനിക്കറിയാം എൻ്റെ മോന് നിനക്ക് ജീവനാണെന്ന്. പക്ഷേ സ്നേഹം കൊണ്ട് മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല.
അത് മോൾക്ക് അച്ഛൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. അച്ഛാ, ഞാൻ ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് മാത്രമേ പറ്റൂ. ഇത്രയും നാള് നീ അവനോടുള്ള സ്നേഹത്തിന്റെ പുറത്തെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതെന്ന് അച്ഛൻ അറിയാം. പക്ഷേ ഈ ലൈഫ് എന്ന് പറയുന്നതേ ഒരാളുടെ അഡ്ജസ്റ്റ്മെന്റും സാക്രിഫൈസും മാത്രം ആകരുത്. അത് എൻ്റെ മോന് നീ മനസ്സിലാക്കി കൊടുക്കണം. അതിനേത് മാർഗം വേണമെങ്കിലും നിനക്ക് സ്വീകരിക്കാം. ഈ അച്ഛൻ നിന്റെ കൂടെ തന്നെ കാണും. ഇനി അവൻ്റെ ഇഷ്ടങ്ങളെപ്പറ്റി മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി കൂടി നീ ചിന്തിക്കേ. അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം മോൾക്ക് മനസ്സിലായോ? മനസ്സിലായച്ചാ. അച്ഛൻ്റെ മോനെ എങ്ങനെ മര്യാദ പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഓ, എന്തോ നാടാ ഇത്. കുറച്ച് വെള്ളമെങ്കിലും മിക്സ് ചെയ്ത് അടിക്ക്, ഇല്ലെങ്കിലേ ഉള്ളതൊക്കെ കരിഞ്ഞങ്ങ് പോകും. കരിഞ്ഞു പോട്ടടാ, എല്ലാം കരിഞ്ഞു പോട്ടെ. ഞാൻ ആർക്ക് വേണ്ടി ഇനി ജീവിക്കുന്നത്? എനിക്കാരാ ഉള്ളത്? അപ്പം നിന്റെ ദക്ഷയോ? അവളെ വേണ്ടേ? ആ, അത് ശരിയാണല്ലോ. എൻ്റെ ദക്ഷക്കുട്ടി, അവളെ എൻ്റെ മാത്ര. അവളുടെ തന്ത ചങ്കരം വിചാരിച്ചാലൊന്നുമേ എൻ്റെ ദക്ഷയെ എൻ്റെ അടുത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഓ, ആയിക്കോട്ടെ. ഇനി അമ്മായിപ്പനോടുള്ള സ്നേഹം മൂത്തേ തേറി പറയാൻ നിൽക്കണ്ട. പറയുന്ന നിനക്ക് മടുപ്പില്ലെങ്കിലുവേ കേൾക്കുന്ന എനിക്ക് നല്ല മടുപ്പുണ്ട്. അതുകൊണ്ട് പൊന്നുമ്മൻ വരാൻ നോക്ക്. നിന്റെ ഡാർലിങ്ങേ അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. ഇനിയും താമസിച്ച അവളുടെ കൈയുടെ ചൂട് നീ അറിയും. അവൾ അടിക്കട്ടടാ. ഈ ആരുവിൻ്റെ ദേഹത്ത് കൈവെക്കാനേ ഈ ലോകത്ത് അവൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അയ്യോ മതി, ഇനി അവൻ്റെ ദക്ഷപുരാണം കേൾക്കേണ്ടി വരും. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടാ. ഓ, എത്തിയോ? അല്ല, എവിടെ ആയിരുന്നു ഇത്രയും നേരം? അത് പിന്നെ ചെറിയൊരു പാർട്ടി. കുടിക്കാനുള്ളതിന് ഒരു എക്സ്ക്യൂസ്. ശരിയാ, ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ട്. ഏട്ടനിപ്പോൾ എന്താ വേണ്ടേ? നീ എന്താ ആരും ഇങ്ങനെ? എങ്ങനെ? ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്കറിയാം. എന്തിനാടാ കൊച്ചിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ അത് നിന്നോട് ചെയ്തത്? നിന്നെ സ്നേഹിച്ചതാണോ അവൾ ചെയ്ത തെറ്റ്? ഏട്ടാ പ്ലീസ്, എനിക്കൊന്നും കേൾക്കാനുള്ള മൂഡില്ല. നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് കിടന്നോട്ടെ. ഉദ്യോഗം കഴിഞ്ഞ് വന്നതല്ലേടാ, അവൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. മോനെ, ദക്ഷ എന്തേ അമ്മേ? ഓ, അറിഞ്ഞിട്ട് എന്തിനാണാവോ? അച്ഛാ പ്ലീസ്, എനിക്ക് കുറച്ച് മനസമാധാനം വേണം. ഈ പറഞ്ഞ സാധനേ നിനക്ക് മാത്രം വേണ്ടതല്ല ആരു. അമ്മേ, ദക്ഷ എന്തേ? ദക്ഷ അവളുടെ വീട്ടിൽ പോയി. എന്താ പറഞ്ഞത്? മോന് മനസ്സിലായില്ലേ? അവൾ അവളുടെ അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോയെന്ന്. നിന്നെ വിശ്വസിച്ചേ ഈ കണ്ട കാലം മുഴുവൻ ജീവിതം തുലച്ചതല്ലേ. ഇനിയെങ്കിലും അതിന് കുറച്ച് മനസമാധാനം കിട്ടട്ടെ. അവള് കോൾ എടുക്കുന്നില്ല അല്ലേ? ഇനിയും നീ പറയുന്നൊക്കെ കേട്ടിട്ടെ ആ കുട്ടി ജീവിതം തുലയ്ക്കുമെന്ന് പൊന്നുമോ വിചാരിക്കണ്ട. എല്ലാത്തിനുമേ ഒരു പരിധി ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയി. സാരമില്ല, ഇനിയും അറിയാൻ സമയമുണ്ടല്ലോ. ഇതേ നീ വരുത്തി വെച്ചതാരു. ഒരുപാട് കെഞ്ചിയതല്ലേ നിന്നോട്. ആ പാവം പറയുന്നത് കേൾക്കാനെങ്കിലും നീ കൂട്ടാക്കിയോ? അതിനിങ്ങനാണോ അവള് ചെയ്യേണ്ടത്? പിന്നെ എന്താ ചെയ്യേണ്ടത്? നിന്റെ വാശിക്കൊപ്പം തുള്ളുന്ന ഒരു പാവയാകണോ അവള്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇനിയെങ്കിലും ലൈഫിനെ പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കണമെന്ന്. ഏട്ടാ പ്ലീസ്. നീ എന്താന്ന് വെച്ചാ ചെയ്തോ, ഇനി ഞാനൊന്നും പറയില്ല. പിന്നെ നിന്നെ അറിയിക്കാൻ അവളൊരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇനി നീ സ്വന്തം കാലിൽ നിൽക്കുന്നതെന്നാണോ അന്ന് നീ വിളിക്കാതെ തന്നെ അവള് തിരിച്ചു വരുമെന്ന്. അല്ലാത്ത പക്ഷം നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്തോളാൻ. എനിക്കറിയാം, ഇതൊക്കെ അവളുടെ തന്ത കാരണം ഉണ്ടായതാ. നീ എന്തിനാ അങ്കിളിനെ കുറ്റം പറയുന്നത്? ആദ്യം സ്വന്തം കണ്ണിലെ കമ്പെടുക്ക്, എന്നിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാം. ഇതിലിനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എല്ലാം നോക്കിയും കണ്ടും ചെയ്താൽ നിനക്കും കൊള്ളാം.
ഇല്ലെങ്കിലേ നീ വിളിച്ചാൽ പോലും അവൾ തിരിച്ചു വരണമെന്നില്ല. ഹോ, അവൾ എന്നാ വരണ്ട. എന്നെ വേണ്ടെന്ന് വെച്ച് പോയവരൊക്കെ പോയിക്കോട്ടെ. എന്തായാലും ആരുടെയും പുറകെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ജീവിച്ചാൽ മതി. ഇങ്ങനൊരു ചെറുക്കൻ. പോകുന്നവരൊക്കെ പോകട്ടെ, എനിക്കാരെയും വേണ്ട, ആരെയും. ദക്ഷ, കോഫി. ദക്ഷ. ഓ ഗോഡ്. ചെറിയച്ഛ, ചെറിയമ്മ വന്നില്ലേ ഇതുവരെ? ഇല്ലടാ. ചെറിയമ്മ എപ്പോഴാ വരുന്നത്? എനിക്ക് ചെറിയമ്മയെ കാണാൻ കൊതിയാവുന്നു. റിച്ചൂട്ടാ, ദേ അവിടെ പോയിരുന്നത് കഴിച്ചേ. ആരു? ആ, എന്താ ഏട്ടത്തി? നിന്നെ ഉപദേശിക്കാനുള്ള അധികാരം ഏട്ടത്തിക്കുണ്ടോന്ന് അറിയില്ല, എന്നാലും പറയുക, ദക്ഷ ഇനി ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. അപ്പോൾ എങ്ങനെ ഏട്ടാ, നാളെ മുതൽ ഓഫീസിൽ പോകുമല്ലേ? ആ, ആരോഫീസിൽ പോകുന്നെന്ന്? വേറെ ആരാ, എൻ്റെ ഏട്ടൻ തന്നെ. ഭാര്യയെ കാണാതെ ഉറങ്ങാൻ പറ്റില്ലെന്നും പറഞ്ഞ് ആത്മമിത്രത്തെ വിളിച്ച് മൂങ്ങിയത് ഇത്ര പെട്ടെന്ന് എൻ്റെ ഏട്ടൻ മാറുന്നോ? ഓ തേണ്ടി. ആ പിന്നെ, ഏട്ടൻ എന്തായാലും നന്നാവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആ ഇക്കായെ കൂടി ഒന്ന് നന്നാക്കിയേക്ക്. അതാ എൻ്റെ ലൈഫിന് നല്ലത്. ഈ പന്നിയെ ഞാനിന്ന് കൊല്ലും. ഏത് പന്നിയാ ചെറിയച്ഛ? ഏയ്, അതൊന്നുമില്ല റിച്ചൂട്ടാ. നിന്നോട് ഞാൻ എന്ത് ദ്രോഹമാടാ തേണ്ടി ചെയ്തേ? നീ എന്തോ ഉണ്ടാക്കാനാ ഞാൻ പറയുന്നതല്ല അവളെ വിളിച്ച് പറയുന്നത്? അത് പിന്നെ അളിയ, ഈ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ സീക്രറ്റ്സ് ഒന്നും പാടില്ലെന്നല്ലേ? ദേ, ഒരു കൈ അകലത്തിൽ നിന്ന് മാറി നിന്നോ നീ, ഇല്ലെങ്കിലേ എൻ്റെ പെങ്ങളെ കെട്ടാൻ നിനക്ക് കൈ കാണത്തില്ല. എന്താല്ലോ, നീ അത്രയും കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. ഡോണ്ടു. പോടാ കോപ്പേ. ഷേ, നീ അതൊന്ന് ക്ഷമിക്കളിയാ. അല്ല, നീ ദക്ഷയെ വിളിച്ചായിരുന്നോ? ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന കാര്യം അവളോട് പറഞ്ഞോ? പറഞ്ഞ്. ആഹാ, എന്നിട്ട് അവളെന്തു പറഞ്ഞ്? എന്തു പറയാൻ, എനിക്ക് വേണമെങ്കിൽ പോയാൽ മതിയെന്ന്. അവളെ എന്തിനാ അതൊക്കെ വിളിച്ച് പറയുന്നതെന്ന്. ഓ, അപ്പം കാര്യം സീരിയസ് ആണ്. എനിക്ക് അവളില്ലാതെ ഉറങ്ങാൻ കൂടി പറ്റുന്നില്ലടാ. നീ ഒന്നുകൂടെ അവളെ വിളിച്ച് സംസാരിക്കാവോ? ഞാൻ വിളിച്ച അവളെ തർക്കുത്തരം മാത്രമേ പറയൂ. നീ ഒന്ന് പറയടാ. ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഓഫീസിൽ പൊക്കോളാം. അവളോടൊന്ന് തിരിച്ചു വരാൻ പറയടാ. എൻ്റെ പൊന്നാരും, ഇന്നലെ നിനക്ക് വേണ്ടിയാണ് ഞാൻ അവളെ വിളിച്ചത്. വിളിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവളെന്നെ വിളിച്ച തെറുക്കേ കൈയും കണക്കുമില്ല. എന്തുവാടാ ഫൈസലെ, നീയും കൂടെ എന്നെ ഒറ്റയ്ക്കാക്കുവാണോ? എടാ, നീ ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ തൽക്കാലം നീ ഓഫീസിൽ പോയി ജോയിൻ ചെയ്യാൻ നോക്ക്. നിനക്ക് ഉത്തരവാദിത്തം വന്നെന്ന് ബോധ്യമാകുമ്പോഴേ അവളിങ്ങ് വന്നോളും. പോകാല്ലേ? പിന്നല്ലാതെ, അങ്ങോട്ട് പോടാ. എന്നാൽ ഞാൻ ഇറങ്ങുവാടാ. ഏട്ടനോടൊന്ന് സംസാരിക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഓഫീസിൽ ജോയിൻ ചെയ്യണം. അതാണ് എൻ്റെ പൊന്നുമോനെ, പോയി പൊളിച്ചെടുക്ക്. അല്ല, അത് പറഞ്ഞപ്പോഴാ, നിനക്ക് ജോലിക്ക് പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ? പിന്നെ ഓഫീസിലിപ്പോൾ സ്റ്റാഫിൻ്റെ ഒഴിവൊക്കെ ഉണ്ട്. നിനക്കും വേണമെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. എന്തിന്? നിന്റെ പെണ്ണുമ്പിള്ള പണിങ്ങിന് ഞാനെന്തിനാ ജോലിക്ക് പോകുന്നത്? ഓ അങ്ങനെ. അല്ല, നിന്റെ കിട്ട് കഴിയുമ്പോഴേ
പെങ്ങടെ കെട്ടിയവന് എന്ത് ജോലിയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നാട്ടുകാരോട് എന്ത് പറയും? ശേ, നാട്ടുകാർ തിണ്ടികൾ അങ്ങനെ പലതും ചോദിക്കും, നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പോരുതറിയാ. എന്നാലേ വേലയും കൂലിയില്ലാത്ത ഒരുത്തന് ഞാൻ എൻ്റെ പെങ്ങളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരു? അപ്പോഴേ പറഞ്ഞതുപോലെ നാളെ കൃത്യം 10 മണിക്ക് ഓഫീസിലുണ്ടായിരിക്കണം. വരട്ടെ. തേണ്ടി. എൻ്റെ റബ്ബേ, ജോലി എടുക്കാതെ ജീവിക്കാനുള്ള എൻ്റെ സ്വപ്നത്തിലാ ആ പട്ടി ഇപ്പം മണ്ണ് വാരിയിട്ടിട്ട് പോയത്. ദ്രോഹി. കൺഗ്രാറ്റ്സ് ആരു. അങ്ങനെ എൻ്റെ അനിയൻ 1 മന്ത് കൊണ്ട് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. നോട്ട് ബാഡ്. താങ്ക്സ് ഏട്ടാ. ഹലോ, അവൻ മാത്രമല്ല, ഈ പ്രൊജക്റ്റിന് വേണ്ടി ഞാനും കുറേ കഷ്ടപ്പെട്ടതാ. അതിനുള്ള ബെനിഫിറ്റ്സേ നിനക്ക് വഴിയെ കിട്ടും അല്ലേടാ ആരു? ആ, അതൊക്കെ കൊടുക്കാം. എന്നാൽ ശരിയടാ, ഞാനേ അർജൻറ്റായിട്ട് പുറത്തു വരുന്നു പോവുക. എനിക്കൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനുണ്ട്. നിങ്ങളെന്നാ ഇറങ്ങിക്കോ. ആ ശരി ഏട്ടാ. അല്ലടാ ആരു, വല്യളിയൻ എന്താ അങ്ങനെ പറഞ്ഞേ? എനിക്കെന്ത് ബെനിഫിറ്റ്സാണ് വരാനുള്ളത്? എന്താ, നിനക്കിപ്പം തന്നെ അതറിയണോ? അറിയണം. ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ ഫൈസലേ? ആ അങ്കിളോ? എന്താടാ, നിനക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് അറിയണ്ടേ? അറിഞ്ഞാ കൊള്ളായിരുന്നു. നിന്നോടൊരു കാര്യം പറയണമെന്നേ കുറേയായി ഞാൻ വിചാരിക്കുന്നു. വേറൊന്നുമല്ല, നമ്മുടെ അദ്ദൂനെ ഒരു നല്ല പ്രപ്പോസൽ വന്നിട്ടുണ്ട്. എന്തുവാ? ആടാ, അവൾക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. എനിക്കത് വല്ലാതങ്ങ് ബോധിച്ചു. അത് പ്രൊസീഡ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചപ്പോഴാ നിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് അവളെ പുറത്താർക്കും കൊടുക്കണ്ട, അവൾ എൻ്റെ ഫൈസലിനുള്ളതാണെന്ന്. ആണോടാ? നിനക്കെൻ്റെ മോളെ വേണോ? അങ്കിൾ അവളെ കെട്ടിച്ചു തന്നാ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. തന്നില്ലെങ്കിൽ? തന്നില്ലെങ്കിൽ ഞങ്ങൾ ഒളിച്ചോടി പോവും. ഡാ കുരുത്തം കെട്ടവനെ. എന്തായാലും അത്ര കടുത്ത തീരുമാനമൊന്നും തൽക്കാലം മക്കൾ എടുക്കണ്ട. നീ വീട്ടിൽ ഉമ്മയോടും വാപ്പയോടും സംസാരിച്ചിട്ടേ ഒഫീഷ്യലായിട്ട് എൻ്റെ കൊച്ചിനെ വന്ന് പെണ്ണ് കാണാൻ നോക്ക്. കെട്ട് നമുക്ക് വഴിയെ നടത്താം. സത്യമായിട്ടും? ആടാ, സംശയമാണെങ്കിലേ ദേ ഇവിടെ നിൽക്കുമല്ലേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എല്ലാം അങ്ങോട്ട് ചോദിച്ചാൽ മതി. അളിയ, സെൻറ്റി അടിക്കാനാണെങ്കിൽ അത് വേണ്ട അളിയ, നമുക്കത് ചെയ്തില്ല. പോടാ. ആരു, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞെങ്കിലേ നീ വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. നിനക്ക് വേണ്ടപ്പെട്ട ഒരാള് തിരിച്ചു വന്നിട്ടുണ്ട്. ശരിക്കും? ചെന്ന് നോക്കടാ.
ആ മരുമോൻ എത്തിയോ? ഓ, ഈ കള്ളക്കളവനും കെട്ടിയെടുത്തിട്ടുണ്ടോ? എന്താ മരുമോനെ, എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ? ആ, അത് പിന്നെ ബുദ്ധിമുട്ടണമെന്നില്ല. പിന്നെ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയ നിന്റെ ഭാര്യ തിരിച്ചേൽപ്പിക്കാനാ വന്നത്. വന്ന സ്ഥിതിക്ക് മരുമോനെ കണ്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി. നീ ഒന്ന് നന്നായി കാണാനുള്ള കൊതി കൊണ്ടാ എൻ്റെ മോൾ ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്നത്. ഇനി എൻ്റെ മോള് വന്നെന്ന് കരുതി പഴയതുപോലെ ആകാമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മോനങ്ങ് മറന്നേക്ക്. അങ്ങനെ വല്ലത് സംഭവിച്ചുണ്ടല്ലോ, ഞാൻ ഒരു വരവ് കൂടി വരും. ഓ പിന്നെ നീരാരാ, ഹിറ്റ്ലറോ? എന്നാ ഞാൻ ഇറങ്ങുക, അവളോട് പറഞ്ഞേക്ക്. ഓ, ഈ കളവൻ ഒന്നുമില്ലെങ്കിലും രണ്ട് നല്ല വാക്ക് പറഞ്ഞൂടെ? അവിടെ നിന്ന് അമ്മായിയപ്പനെ തെറി പറയാതെ പോയി ഏട്ടത്തെ കാണാൻ നോക്ക് മിസ്റ്റർ. ആ വന്നോ നീ? ചായ എടുക്കട്ടെ? ഐ ആം സോറി. ഇറ്റ്സ് ഓക്കെ, അത് വിട്ടേക്കടാ. ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തിയല്ലേ? ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ കൊച്ചു ഒരുപാട് സങ്കടപ്പെട്ടില്ലേ? ഓ, എന്നിട്ടാണോ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്നോട് ചൂടായത്? അതങ്ങനെ ഞാൻ ചെയ്തതുകൊണ്ടല്ലേ എൻ്റെ ആരും ഇപ്പം നല്ല കുട്ടിയായത്. ദേ, എൻ്റെ അച്ഛൻ തന്നെ എന്നെ പൂർണ്ണ സമ്മതത്തോടാ ഇവിടെ കൊണ്ടുവിട്ടത്. ഉവ്വ്, പോകുന്നതിന് മുമ്പേ എന്നെ കുത്താനും മറന്നില്ല നിന്റെ തന്ത. ദക്ഷ, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും നീ എന്നെ ഇങ്ങനെ ഇട്ടിട്ട് പോകരുത്. ഇവിടെ നിന്ന് നീ എന്നോട് എത്ര വേണേലും തല്ലു കുടിക്കോ, പക്ഷേ ഇനിയും എന്നെ ഒറ്റയ്ക്കാക്കരുത്. ആലോചിക്കാം. ഓ, അപ്പം മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവില്ല അല്ലേ? ആരു വേണ്ട. പക്ഷേ എനിക്ക് വേണം. ഒരു മാസമായി എൻ്റെ മോൾ എന്നെ പട്ടിണിക്കിട്ടത്. അതിനുള്ള പ്രതികാരം ഞാൻ എന്തായാലും ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ നിന്റെ കണവനാണെന്നും പറഞ്ഞ് നടക്കുന്നതിലേ എന്തർത്ഥമുള്ളേ? പേടിച്ചോ? ഏയ് ഇല്ല. എന്നാലേ നീ പേടിക്കണം. മൊത്തത്തിലൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. ആരു വഷളത്തരം പറയാതെ. ഷെടാ, ഞാൻ എൻ്റെ വൈഫിനോടല്ലേ പറഞ്ഞേ? மூக்கான கௌர போல ஓனப்பு சீம்பாலு வாசம் போல ஓஞ்சிரிப்பு அழகாக்கும் கோழி போல ஏன் தவிப்பா பொசுக்குன்னு பூத்திருக்கே என் பொழப்பு. அடி மஞ்ச கிழங்க உன்னை நினைச்சு நினைச்சு தினம் மனசுக்குள்ள வச்சு பூட்டிக்கிட்டேன். உன் பிஞ்சு விரல் பதிச்ச மண்ணை எடுத்துதான் காயத்துக்கு பூசிக்கிட்டேன். போராளே போராளே காத்தோட தூத்தல போல போராளே போராளே போவாமத்தான் போறா. ആ, നീ എത്തിയോ? അങ്ങോട്ട് മാറി നിൽക്കടാ, ഞാൻ എൻ്റെ കൊച്ചിനെ കാണട്ടെ. അച്ചോടാ, മാമന്റെ ചക്കരക്കുട്ടൻ മാമനെ മിസ് ചെയ്തോ? അച്ചോ, ചക്കര. ഓ പിന്നെ, ഒരു മാസം പ്രായമുള്ള കുഞ്ഞ് നിന്നെ അങ്ങ് മിസ് ചെയ്യാൻ പോവല്ലേ? ഒന്ന് പോയടാ. നീ പോടാ പുല്ലേ, നിനക്കേ അസൂയ. അസൂയ തോന്നാൻ പറ്റിയൊരു മുതല്. അതെ, മതി എൻ്റെ ചെറുക്കൻ്റെ നെഞ്ചത്തോട്ട് കയറിയത്. ഓ, അവനെ എന്ത് പറഞ്ഞാലും ഇടയ്ക്ക് ചാടി വീണോണം. അതെ, ഇവൻ ആദ്യം എൻ്റെ ഫ്രണ്ടാ, അത് കഴിഞ്ഞാ നിനക്ക് ബോയ് ഫ്രണ്ട് ആയത്. ഇക്ക, നിങ്ങൾക്ക് ഫ്രണ്ടിനെ വേണോ അതോ ഗേൾ ഫ്രണ്ടിനെ വേണോ? ഇപ്പം പറയണം. ഞാൻ മതിയെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. അയ്യേ, ഒന്ന് പോയടാ, എനിക്കെൻ്റെ പെണ്ണിനെ മതി.
ദ്രോഹി. താങ്ക്സ് അളിയ. നീയേ നൈറ്റ് മതിൽ ചാടാൻ ഇങ്ങ് വാടാ, അതിന് മൊത്തം ഞാൻ ആണി അടിച്ചു വെക്കും. അളിയ ഡോണ്ടു. ഒരളിയനും ഇല്ല ഇനി മാരേജ് കഴിയുന്നവരെ ഒളിച്ചും പാത്തുള്ള ഒരു കാണലും നടക്കില്ല. അല്ലെങ്കിലേ ദേ അതുപോലൊരു ട്രോഫി എൻ്റെ പെങ്ങളുടെ കയ്യിലിരിക്കും. ഈ കാര്യത്തിലേ നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. ഓഹോ, ഈ പറഞ്ഞത് ഉറപ്പാണോ? ആ അതെ. തേണ്ടി. എൻ്റെ പൊന്നതു, നീ ഒന്ന് വരാൻ നോക്ക്, ഇല്ലെങ്കിലേ ഈ ഔട്ടിങ്ങിനും ചില തെണ്ടുകൾ ആണിയടിക്കും. ദാ വരൂ അയക്ക. എന്റെ പൊന്നാരു, നീ എന്തിനാ വെറുതെ അവരെ ശല്യം ചെയ്യുന്നത്? എന്താന്നറിയില്ല, അവനെ ശല്യം ചെയ്യുമ്പോൾ വല്ലാത്തൊരു സുഖവാ. അതവന്റെ കയ്യിൽ നിന്ന് 2 കിട്ടുമ്പോ അങ്ങ് മാറിക്കോളും. അല്ല, എൻ്റെ ദക്ഷക്കുട്ടി ഇന്നങ്ങ് സുന്ദരിയായിട്ടുണ്ടല്ലോ. കാളവാല് പൊക്കുന്നത് കണ്ടാലേ അറിയാം ഉദ്ദേശം എന്താണെന്ന്. നടക്കില്ല, അങ്ങോട്ട് മാറി നിക്കടാ. ഷേ, മനസ്സിലാക്കി കളഞ്ഞല്ലേ കൊച്ചി ഗള്ളി. ദേ അങ്ങോട്ട് മാറി നിന്നോണം. മോന്റെ ഉദ്ദേശം എന്തായാലുവേ അത് 8 മടക്കി അങ്ങ് മനസ്സിൽ വെച്ചോ. അങ്ങനെ പറഞ്ഞ എങ്ങനാടി? ദേ ഇപ്പം പ്രാക്ടീസ് തുടങ്ങിയാലേ നമ്മുടെ കുട്ടാപ്പിക്ക് ഒരു അനിയൻ വാവയോ അല്ലെങ്കിൽ അനിയത്തി വാവയോ കൊടുക്കാൻ പറ്റൂ. എന്തോ എങ്ങനെ? ഈ 1 മാസം പ്രായമുള്ള കൊച്ചിന് ഇനി സിബ്ലിങ്സ് വേണം അല്ലേടാ? നിനക്ക് വിരോധം ഇല്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. പോടാ പട്ടി. മൂക്കാന കൗര പോല ഓനപ്പ് ചീമ്പാല് വാസം പോല ഓഞ്ചിരിപ്പ് அழகாக்கும் கோழி போல ஏன் தவிப்பா பொசுக்குன்னு பூத்திருக்கே என் பொழப்பு